അപ്പോൾ ക്ഷേത്രങ്ങളിൽ ശരിക്കും ഉത്സവം സംഘടിപ്പിക്കുന്നത് ആ ക്ഷേത്രത്തില് പൂജാരിയുടെ ഭാഗത്തുനിന്നോ ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നോ മറ്റാരുടെങ്കിലും എടുത്തുനിന്നോ അതിൻ്റെ ചൈതന്യത്തിന് എന്തെങ്കിലും ഒരു കോട്ടം അല്ലെങ്കിൽ ലോപം സംഭവിക്കുന്ന സമയത്ത് അതിനെ തിരുത്താൻ വേണ്ടിയിട്ട്, അതിനെ പുനഃസ്ഥാപിക്കാൻ, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഒരു പ്രദേശം, നമ്മളുടെ നാട്ടിലുള്ള ഒരു ഗ്രാമത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിലെ ഗ്രാമക്ഷേത്രങ്ങളിൽ ഉത്സവം ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ആരെവിടെയൊക്കെ ദൂരെ പോയി താമസിക്കുന്നുണ്ടോ അവരെല്ലാം തന്നെ എത്തിച്ചേരേണ്ട സമയമാണ് ഉത്സവം എന്ന് പറയും. എല്ലാവരും പങ്കെടുക്കണം. ഇപ്പൊ 1000 ആൾക്കാരുണ്ട് ഒരു ഗ്രാമത്തിലെങ്കിൽ ആ 1000 ആൾക്കാർ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും അന്ന് ആ ദേവസന്നിധിയിൽ എത്തിപ്പെടണം എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ അത്രയും ആളുകളുടെ പ്രാർത്ഥന കൊണ്ട് വീഴ്ച വന്നിട്ടുള്ള ഈ ചൈതന്യത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എൻ്റേതായിട്ടുള്ള ഒരു പങ്ക് അതിൻ്റെ കർമ്മത്തിലൂടെ, കായികമായിട്ടുള്ള ശക്തിയിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന. അപ്പോൾ ചിലര് അമ്പലം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നു, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പിരിവിന് വേണ്ടിയിട്ട് പോകുന്നു, നാളികാരിടാൻ വേണ്ടിയിട്ട്, അലങ്കരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ദേഹം കൊണ്ട് സമർപ്പണം ചെയ്യുന്നു. ദേഹം കൊണ്ട് സമർപ്പണം. അപ്പോൾ കുറേ ആൾക്കാർ 100 ആൾക്കാർ ദേഹം കൊണ്ട് സമർപ്പണം ചെയ്യുന്നു. പിന്നെ കുറേ ആൾക്കാർ ഇതിൻ്റെ നേതാക്കന്മാരായിട്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്നു. വീടുകളിൽ പോകുന്നു, ഇതിൻ്റെ സന്ദേശം പറയുന്നു, കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു, നോട്ടീസ് അടിച്ചിറക്കുന്നു, വിവിധ പ്രോഗ്രാമുകൾ അതുവഴി കുറേ ആൾക്കാരെ കൊണ്ടുവരുന്നു, ക്ഷേത്രത്തിലേക്ക് ആകർഷിപ്പിക്കുന്നു. ആ ഒരു പ്രവർത്തനം നടത്തുന്നു, സംഘടിപ്പിക്കുക എന്നുള്ള പ്രവർത്തനം നടത്തുന്നു. അപ്പം അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് അവരുടെ പൂർണ്ണമായിട്ടുള്ള സമയം ഇവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. അല്ലേ, നമ്മളിപ്പോൾ ഒന്ന് ഇവിടെ ഭക്ഷണം ഇല്ല എങ്കിൽ നമുക്ക് വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനുശേഷം വരണം. പക്ഷെ എന്താ, വീട്ടിലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നതിന് പകരമായിട്ട് ക്ഷേത്രത്തിലിരുന്ന് നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു. അപ്പം അന്നദാനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം ഉണ്ടാവുന്നു. കലവറ നിറയ്ക്കുക, ഇഷ്ടമുള്ള നമ്മളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരിക, നമ്മളുടെ വീട്ടിലുണ്ടായത് കൊണ്ടുവരിക. അപ്പോൾ ഇത്തരത്തിലുള്ള സമർപ്പണം, ഇത്തരത്തിലുള്ള ദാനം, അപ്പോൾ ഇത് ഹിന്ദു സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ദാനം ചെയ്യുക. അന്നദാനം, മഹാദാനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കുക.